സന്ധ്യയായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ അപ്പച്ചനും കൂടി ചേർന്ന് അതിനത് കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്യാൻ പോകാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളിതിന് വേറെ കറിയൊന്നും അങ്ങനെ വയ്ക്കുന്നില്ല, അവിച്ച് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കായൽ കക്കായതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഇരുട്ടായതുകൊണ്ടും ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും എനിക്ക് കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളത് നന്നായി കഴുകി ആദ്യം കുറച്ച് കക്ക കലത്തിലോട്ടിടും. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മരിച്ചിനെയും കുറച്ച് മുളകും കൂടി ഞങ്ങൾ ചേർക്കും. ഞങ്ങൾക്ക് കുറച്ച് എരി വേണമെന്നുള്ളതുകൊണ്ട് ഇടയ്ക്കൊരു പച്ചമുളക് കടിക്കാൻ കിട്ടിയാൽ നല്ല രസമല്ലേ. അങ്ങനെ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് കൂടി ഇടും. വീണ്ടും അതിൻ്റെ മുകളിൽ കക്കയും മരിച്ചിനും അങ്ങനെയാണ് ഇടുന്നത്. ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വെള്ളം ഊറി ഇറങ്ങും. അടുപ്പ് കത്തിച്ച് ആ കക്കക്കലം ആ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ തീ എത്തുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനകത്ത് എന്തായാലും ഇത് വെന്ത് കിട്ടും. അപ്പോൾ കായൽ കക്ക ആയതുകൊണ്ട് ഇതിൽ ഉപ്പ് രസം കാണത്തില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഞങ്ങളിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ മുളക് തൈയിൽ ഒരു ഓന്തിൻ്റെ ഒരു കുഞ്ഞ് ഇരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ സ്റ്റാച്ചു അടിച്ച പോലെ ഇരിക്കുകയാണ്. അങ്ങനത്തേക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കലം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതാ കക്കയിറച്ചി വെന്തിട്ടുണ്ട്. കക്കയിറച്ചി വെന്തെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ കണ്ടില്ലേ, അതിൻ്റെ തോട് തുറന്ന് ഇറച്ചി ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന് ചൂടോടെ അത് കഴിക്കാൻ പോവുകയാണ്. ഒത്തിരുന്ന് കഴിക്കുന്ന സുഖം നല്ല വേറെ ഒന്നും അല്ലേ അത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കക്കയിറച്ചി കഴിച്ചു തുടങ്ങി. അപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബായ്.